എല്ലാ കൂട്ടുകാർക്കും മറിയാമ്മ സ്പെല്ലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ഒരു കോളിഫ്ലവർ ഫ്രൈ ആണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോയല്ലോ. അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നല്ല കോളിഫ്ലവറാ, ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അത് തിളച്ച വെള്ളത്തിലൊന്ന് ഇട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് പതുക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഫുള്ള് വേവിച്ചെടുക്കരുത്, പതുക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മൈദയാണ്. അപ്പൊ നമ്മൾ എത്രമാത്രമാണോ കോളിഫ്ലവർ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള മൈദ എടുത്താൽ മതി കേട്ടോ. പിന്നെ 2 മുട്ട, ഇവിടെ എനിക്ക് ആവശ്യമായിട്ടുള്ള 2 മുട്ടയാണ്. അപ്പം നിങ്ങൾ എടുക്കുന്നതനുസരിച്ച് മുട്ട എടുക്കണം. പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഉപ്പും അതുപോലെ തന്നെ തക്കാളി സോസ് എടുത്തിട്ടുണ്ട്. തക്കാളി സോസും പിന്നെ അത് കൂടാതെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുവന്ന മുളക് പൊടി, അതായത് കാശ്മീരി മുളക് പൊടിയാണ്. കാരണം എരിവ് കുറച്ച് മതിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തേക്കുന്നത്. ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്കൊക്കെ വേറെ മുളക് പൊടിയൊക്കെ എടുക്കാം. പിന്നെ എന്താണെങ്കിലും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദക്കകത്തേക്ക് 2 മുട്ടയിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അതിനുശേഷം വേണം നമ്മൾ ബാക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റൊക്കെ ഇന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പം നന്നായിട്ട് ആ മൈദയായിട്ടൊന്ന് മുട്ടയൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, പിന്നെ ഉപ്പൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും നോക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ടിളക്കിയിട്ട് നോക്കണം ഉപ്പുണ്ടോന്നൊക്കെ. പിന്നെ ടൊമാറ്റോ സോസ് കൂടാതെ ചിലരൊക്കെ ഇവിടെ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല സോയാ സോസൊക്കെ എടുക്കാറുണ്ട്. ഇപ്പം ഞാനതൊന്നും എടുക്കാറില്ല. പിന്നെ അത് കൂടാതെ നമ്മുടെ മുളക് പൊടി എന്ന് പറഞ്ഞാൽ കാശ്മീരി മുളക് പൊടി ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ എരിവൊക്കെ കുറവാണല്ലോ. പിന്നെ അത് നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു കലം വെള്ളം കൊണ്ട് കമത്തരുത്, വേറൊന്നും കൊണ്ടല്ല. ഒരു കാലം വെള്ളം കമത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റാതാവും നമുക്ക്. നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മളത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാലും അതിൻ്റെ പരുവത്തിന് കിട്ടുള്ളൂ. വെള്ളം കുറഞ്ഞു പോയാൽ നമുക്ക് ഒഴിക്കാം, പിന്നെ കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നന്നായിട്ട് ഇതുപോലെ നമ്മൾ ഇളക്കിയെടുക്കണം. അതിൻ്റെ പരുവുണ്ട്. കാരണം കൂടുതൽ വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് കോളിഫ്ലവറെ പിടിച്ചിരിക്കത്തില്ല, ഈ മൈദയൊന്നും. അതിങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ ഒഴുകിപ്പോവും. അപ്പോൾ എന്തോ പോലെ ഇരിക്കും ആ കോളിഫ്ലവർ നമുക്ക് വറുത്തെടുത്ത് കഴിയുമ്പം. ഇപ്പോഴാണെങ്കിൽ നല്ല പഫി ആയിട്ട് ഇത് പൊങ്ങി വരും. മുട്ടയൊക്കെ ചേർത്തേക്കുന്നുണ്ട്. നന്നായിട്ട് ഇങ്ങനെ ഇട്ടൊന്ന് അടിക്കണം കേട്ടോ. അടിച്ച് കഴിയുമ്പോൾ ഏകദേശം ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ആ ഒരു പരുവുണ്ടല്ലോ, ആ പരുവത്തി വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ കഴുകി വൃത്തിയാക്കി പകുതി വേവിച്ച് വെച്ചേക്കുന്ന ആ കോളിഫ്ലവർ ഉണ്ടല്ലോ അത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണം. മൊത്തം ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത്, കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മാത്രമേ അതിനകത്തേക്ക് നന്നായിട്ട് ആ മൈദയൊക്കെ ഇറങ്ങി ചെല്ലുകയുള്ളൂ. അതേപോലെ തന്നെ എരിവും പുളിയൊക്കെ പിടിക്കണമെങ്കിൽ നന്നായിട്ട് നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിക്കും. പിന്നെ ഇളക്കി യോജിപ്പിക്കുമ്പോൾ അതങ്ങനെ പൊടിഞ്ഞു പോകാതൊക്കെ നോക്കണം. വെറുതെ കൈയിട്ട് ഞെക്കി പീച്ച് പൊടിച്ച് കളയരുത്, കാരണം ഇത് വിട്ടുവിട്ട് പോകില്ല. അപ്പോൾ ചെറിയ ഇതളുകളായിപ്പോവും. അപ്പം അതിനേക്കാളും ഭേദം നന്നായിട്ട് ഇതുപോലെ ഏതൊരു സ്പൂൺ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്, അത് ഒടിഞ്ഞു പോകാതെയൊക്കെ. വീണ്ടും ബാക്കി വന്നിരിക്കുന്ന ഇട്ട് കൊടുത്ത് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ. പക്ഷേ ഇതിന് മൈദയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നോക്കണം പാകത്തിനാണോ, അല്ലെങ്കിൽ പിന്നെ എന്ത് പറ്റുമെന്നറിയാവോ, ഒത്തിരി ഓവറായിപ്പോയാലും കുഴപ്പമാവും, കുറഞ്ഞു പോയാലും ഇത്തേലും അങ്ങനെ പിടിക്കത്തില്ല. കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കോളിഫ്ലവറെ പിടിക്കാതെ വരുമ്പോഴത്തേനും അത് വറുത്തെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരത്തില്ല. ആവശ്യത്തിന് മൈദയൊക്കെ എടുത്ത് വേണം നമുക്ക് ഉണ്ടാക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ ഒരു കോളിഫ്ലവർ എടുത്തേക്കുന്നത്. കോളിഫ്ലവർ എടുത്താലും അതിൻ്റെ ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുമ്പോൾ നമുക്ക് കുറച്ചേ കിട്ടത്തുള്ളൂ. അപ്പം അതിനനുസരിച്ചുള്ള മൈദ എടുക്കാം. ഏകദേശം അറിയാമല്ലോ. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതെടുത്ത് കഴിയുമ്പോൾ മൈദ കുറവാണെങ്കിൽ വീണ്ടും നിങ്ങൾ ഒരിച്ചിരി മൈദ എടുത്തിട്ട് ഇതുപോലെ തന്നെ ആക്കി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് ഒഴിച്ചാലും മതി. അപ്പോൾ സെറ്റാവും. ഇപ്പം കണ്ടോ, ഇപ്പം ഏകദേശം ഇതായിട്ടുണ്ട്. ഇനി നമ്മളിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് കാരണം ഇതെല്ലാം ഒന്ന് പിടിച്ച് വരണമല്ലോ, അല്ലെങ്കിൽ ഇത് നമ്മൾ ഉടനെ തന്നെ ഇട്ട് അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരത്തില്ല. അതിനുശേഷം പിന്നെ നമ്മളിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മളിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു അരമണിക്കൂർ വെച്ചാൽ കുഴപ്പമില്ല. ഇനി അത്രയും പറ്റില്ലെങ്കിൽ 10 മിനിറ്റ് വെച്ചാലും മതി. അതിനുശേഷം നമ്മളൊരു നല്ല ഒരു പാൻ എടുത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കണം. ചൂടാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ, പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുള്ളേ. ഇവിടെ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എന്ന് ഇച്ചിരി ഉരുകിയിട്ടില്ലായിരുന്നു. അപ്പം അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് എന്ത് സംഭവമാണെന്ന് ഓർക്കും. എന്താണെങ്കിലും ആ വെളിച്ചെണ്ണ ഞാൻ ഇത് കണ്ടോ നല്ല വൈറ്റ് കളർ ഇരിക്കുമ്പോൾ അത് വെളിച്ചെണ്ണ തന്നെ കേട്ടോ. അത് ആ ചട്ടിക്കകത്തിട്ടിച്ച് തീയിട്ട് കഴിയുമ്പോൾ നന്നായിട്ട് ചൂടായിക്കോളും. ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ മാത്രം എടുത്താൽ മതി. അത് വെളിച്ചെണ്ണ വേണം നിർബന്ധമൊന്നുമില്ല. സൺഫ്ലവർ ഓയിലോ ചിലർ പാം ഓയിലിനകത്ത് വരെ ഉണ്ടാക്കുന്നവരുണ്ട്. അവനവൻ്റെ ഇഷ്ടപ്പെട്ട ഓയിലിനകത്ത് ഏതാണെന്ന് വെച്ചാൽ അവനോട് എടുക്കണം. ചിലർ പറയും കൊളസ്ട്രോൾ ഒക്കെ ഉള്ളതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയും. പക്ഷേ എന്തായാലും ഞാൻ വെളിച്ചെണ്ണ ആട്ടോ എടുത്തേക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് എണ്ണ ചൂടായി വരും. എണ്ണ ചൂടായതിന് വന്നതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കണം.
ചിലർ അവസാനം ഇട്ട് കൊടുക്കുന്നത്. ഞാൻ എന്തായാലും ആദ്യം കറിവേപ്പില ഇട്ട് കൊടുക്കും. കാരണം കറിവേപ്പില മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റൊക്കെ ആ കോളിഫ്ലവറിലേക്ക് പിടിക്കണമെങ്കിൽ ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കണം. എന്തായാലും കരിഞ്ഞു പോകത്തൊന്നുമില്ല, ഇത് മുരിഞ്ഞ് കിടക്കത്തുള്ളൂ. ഇതിന് ശേഷം വേണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിനകത്തേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണം. ഒറ്റയടിക്ക് മൊത്തം ഇട്ട് കൊടുക്കരുത്, കാരണം ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് അടപ്പരുവായിട്ട് പോകും. അതിനുശേഷം നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് കൊള്ളുന്ന എത്രയാണെന്ന് വെച്ചാൽ അത്രയും നമ്മൾ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മളിങ്ങനെ ഒരുമിച്ച് ഇത് പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ കൂടി ഇരിക്കും. മൈദയൊക്കെയല്ലേ സാധനം. അപ്പോൾ നമ്മൾ ഇതിന് ആ സ്പൂൺ വെച്ച് പതുക്കെ ഇതൊന്ന് നമ്മൾ വേർപെടുത്തി കൊടുക്കണം. കാരണം ഒട്ടിപ്പിടിക്കാതിരിക്കും വേണ്ടി. കാരണം ഇത് മുരിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് വേർപെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ നമ്മളത് എന്ത് ചെയ്യണം, ഓരോന്ന് പതുക്കെ വേർപെടുത്തി കൊടുക്കണം. അതിനുശേഷം കുറേ സമയം കഴിയുമ്പോഴത്തേനും അത് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ മറിച്ചിട്ടാൽ മതി. എന്താണെങ്കിലും ഇത് പിള്ളേർക്കും എല്ലാം ഇഷ്ടപ്പെടും, വേറൊന്നും കൊണ്ടല്ല. ഇതിനകത്ത് മുട്ടയൊക്കെ ചേർന്നിരിക്കുന്നത്. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ കോളിഫ്ലവറിൻ്റെ അധികം ആ ഒരു ഇത് വരത്തുമില്ല. കോളിഫ്ലവറിനൊരു ചിലപ്പോൾ ഒരു കട്ടുപോലെയൊക്കെ വരുമല്ലോ, അതെന്താളും വരത്തൊന്നുമില്ല. നല്ല മുട്ടയുടെ ടേസ്റ്റും ഇതൊക്കെ വരും. മുട്ടയൊക്കെ ഇട്ടേക്കുന്നത് നല്ല പൊങ്ങി വരും. മുട്ട അടിച്ചേക്കുന്നുണ്ട്, 2 മുട്ട എടുത്തേക്കുന്നതുകൊണ്ട് അതിൻ്റെതായ രീതിയിൽ നല്ല പൊങ്ങി വരും, നല്ല പൊങ്ങിയൊക്കെ വരും. അതുകൊണ്ട് എന്താണെങ്കിലും നല്ല കാണാനും ഭംഗി കാണാൻ നല്ല രുചിയുണ്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്തൊരു നമ്മൾ എരിവൊന്നും ഇടാത്തതുകൊണ്ട് പിള്ളേർക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനും പറ്റും ഇത്. എന്താണെങ്കിലും പിള്ളേർ വന്നു കഴിയുമ്പോൾ, സ്കൂളൊക്കെ വിട്ട് വരുന്ന പിള്ളേരാണെങ്കിൽ അവർക്ക് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് 4 മണിക്ക് എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമായിരിക്കും ഇത്. പിന്നെ നമ്മൾ തീ ഇട്ട് കഴിയുമ്പോൾ, അതായത് ഫ്ലെയിം ഓണായി കഴിയുമ്പോഴത്തേനും ആദ്യം നമ്മൾ കുറച്ച് നല്ല രീതിയിൽ ഫ്ലെയിം ഇട്ട് കൊടുക്കണം. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ആ തീ കുറച്ചൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങനെ വേഗത്തിൽ കരിഞ്ഞു പോകത്തല്ലേ ഉള്ളൂ, ഭയങ്കര തീയായി കഴിയുമ്പോൾ. അവിടെ ഇടയ്ക്ക് നമ്മളിതൊന്ന് മറിച്ച് കൊടുത്ത് നോക്കണം ആയോ എന്ന്. ഇപ്പം ഞാൻ മറിച്ച് കൊടുക്കുമ്പോൾ ആയിട്ടില്ല, കാരണം ഇതിൻ്റെ ഒരു ഭാഗം മറിച്ച് നോക്കി കഴിയുമ്പോഴത്തേനും നമുക്കൊരു ബ്രൗൺ കളർ വരും. അങ്ങനെ ബ്രൗൺ കളർ വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് ഒരു ഭാഗം മറിച്ചിട്ട് കൊടുക്കാവുള്ളൂ. പിന്നെ ഇടയ്ക്ക് നമ്മളിത് ഇങ്ങനെ കുത്തി നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പിന്നെ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടോ, അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്നൊന്ന് കട്ട് ചെയ്ത് വിടണം. പിന്നെ എന്താണ് നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ആയിരിക്കും ഇതിന്. കണ്ടോ, ഇപ്പോൾ ഏകദേശമൊക്കെ ഒരു പരുവായിട്ട് വരുന്നുണ്ട്, ഒരു സൈഡൊക്കെ ഏകദേശമായി വരുന്നുണ്ട്. അതിന് ശേഷം നമ്മളിത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ സോയാ സോസ് അല്ല, നമ്മുടെ തക്കാളി സോസോ അങ്ങനെ എന്തെങ്കിലും സംഭവം കൂട്ടി തിന്നാൻ അടിപൊളിയാണ്. ഇതൊക്കെ ഇല്ലേലും കുഴപ്പമില്ല, നമുക്ക് വെറുതെ വെള്ളം തിന്നാം. കാരണം മുട്ടയൊക്കെ ചേർന്നിരിക്കുന്നതുകൊണ്ടേ നല്ല അടിപൊളി ടേസ്റ്റും ആയിരിക്കും. പിന്നെ ആ കറിവേപ്പിലയുടെയൊക്കെ രുചിയും, പിന്നെ അത് പോരാത്തിട്ട് നമ്മുടെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്താണോ അടിപൊളിയായിരിക്കും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു കൃത്രിമമായിട്ട് ഇതിനകത്തേക്ക് ചിലപ്പം കളർ കിട്ടാനായിട്ട് പല സാധനങ്ങളൊക്കെ ചേർക്കും. പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി മാത്രം, മഞ്ഞപ്പൊടി ഇതിനകത്ത് ചേർക്കുന്നില്ല. നമ്മൾ ഈ കോളിഫ്ലവർ എന്താണേലും കഴുകി വൃത്തിയാക്കി വേവിക്കുന്ന സമയത്തെ ഇച്ചിരി മഞ്ഞപ്പൊടി ചേർത്ത്, അതുകൊണ്ട് മഞ്ഞ കളർ ഉണ്ട് താനും. വേറെ നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല, വേറെ ഒരു ആർട്ടിഫിഷ്യൽ കളറും ചേർക്കണ്ടില്ല. ഇപ്പം കണ്ടോ, ഏകദേശം ആയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യണം, നല്ല വൃത്തിയുള്ള പ്ലേറ്റിലേക്ക്. ഇപ്പോൾ എണ്ണ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടിഷ്യൂ പേപ്പറിനകത്തേക്കോ, അല്ലെങ്കിൽ അത് കൂടാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടയുള്ളൊരു പാത്രത്തിനകത്തേക്ക് ഇട്ട് വെച്ചാൽ മതി, എണ്ണ കൂടുതലായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഒരു പ്ലേറ്റിനകത്തേക്ക് ഞാനിത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടോടെ തിന്നാനായിരിക്കും ഭയങ്കര ടേസ്റ്റ്. പക്ഷെ തണുത്ത് പോയി കഴിയുമ്പോഴത്തേനും ആ മുട്ടയൊക്കെ ആയതുകൊണ്ടേ അതിൻ്റേതായിട്ട് ടേസ്റ്റ് കുറവ് വരുമായിരിക്കും. ടേസ്റ്റ് കുറവെന്നല്ല, തണുത്ത് പോയി കഴിയുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, ക്രിസ്പി ആയിട്ടിരിക്കും, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇത് കണ്ടോ, നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.